ഹലോ മുത്തുമണികളെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഞാനൊരു ഭയങ്കര സിനിമാ പ്രേമിയൊന്നുമല്ല. എൻ്റെ വീട്ടിൽ കറണ്ട് കിട്ടുന്നത് എന്ന് പറയുന്നത് ഞാൻ +1 +2 എങ്ങാണ്ട് പഠിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് കറണ്ട് തന്നെ കിട്ടുന്നത്. പിന്നെ അതിനു മുമ്പ് നമ്മൾ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പിന്നെ സിനിമ കണ്ടിട്ടുണ്ട്. ആകാശദൂത് കണ്ടിട്ടുണ്ട്, ചിന്നത്തമ്പി കണ്ടിട്ടുണ്ട്. പിന്നെന്തെന്നാണ് എൻ്റെ ഓർമ്മയിൽ അങ്ങനത്തെയൊക്കെ സിനിമകളേ ഉള്ളൂ. പിന്നെ അല്ലാതെ പിന്നെ സുമംഗലി നീ ഓർമ്മിക്കുമോ ആ സിനിമ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും പേരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. ഞാൻ ഈ ഭയങ്കര ഇങ്ങനെ മെമ്മറിയിൽ കരുതി വയ്ക്കുന്ന ഒരാളൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് +2 എത്തുമ്പോഴാണ് +2 പഠിക്കുമ്പോഴാണ് ഞങ്ങളെ വീട്ടിൽ കറണ്ട് കിട്ടുന്നത്. കറണ്ട് കിട്ടിയപ്പോൾ തന്നെ ഒരു TV ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ സിനിമ കാണാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ കാണാറുണ്ട്. ഒരു തറവാട് വീടുണ്ട്, ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തൊരു തറവാട് വീടുണ്ട്. അവിടെയാണ് കറണ്ട് ഉള്ളതും അവിടെയാണ് TV ഉള്ളതും. ഇന്നും ആ കാലങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ആ കാലങ്ങളെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടും ദാരിദ്ര്യവും ഒക്കെ നിറഞ്ഞ ഒരു കാലഘട്ടമാണെങ്കിലും ഈ ഓർമ്മകളെന്ന് പറയുന്നതുണ്ടല്ലോ, നമ്മുടെ ചെറുപ്പകാലത്തിലെ ഓർമ്മകളെന്ന് പറയുന്നത് അത് ഈ ഭയങ്കര പട്ട് പുതച്ച സുന്ദരമായ ഓർമ്മകൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തൊരു തറവാട് വീടുണ്ട്. ആ തറവാട്ട് വീട്ടിലാണ് കറണ്ട് ഉള്ളത്. അവിടെ അന്നത്തെ TV നിങ്ങൾക്കറിയാമോ? ചെറിയ പെട്ടി TV, മറ്റേ ഈ ആൻറ്റിനയൊക്കെ കൊടുത്തിട്ട്. പക്ഷെ എൻ്റെ വല്യമ്മയുടെ വീട്ടിലെ TV ഉണ്ട്. എൻ്റെ വല്യമ്മ തമിഴ്നാട്ടിലാണ് താമസിക്കുന്നത് കേട്ടോ. അവിടെ അന്നത്തെ കാലം എന്ന് പറയുന്നത് ദൂരദർശൻ എന്ന് പറയുന്ന ഒരൊറ്റ ചാനൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ശനിയാഴ്ച രാവിലെ 11 മണിക്ക് പിന്നെ തമിഴ് സിനിമയും ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് മലയാള സിനിമയും. ഇത് കാണാനെന്ന് പറയുന്നത് ആ ഏരിയയിൽ തന്നെ ഉള്ള ആൾക്കാരൊക്കെ ആ വീട്ടിലാണ് വരുന്നത്. അപ്പം അങ്ങനെ കണ്ടിട്ടുള്ള സിനിമകളാണ്. പിന്നീട് എൻ്റെ കുഞ്ഞമ്മേരെ വീട്ടിൽ TV എടുക്കുന്നു, കറണ്ട് എടുക്കുന്നു. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് നമ്മൾ വേലിയുടെ സൈഡിൽ, അന്നത്തെ വേലി എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള വേലിയാണ്. അതായത് ഈ നമുക്ക് ഓല വീടാണല്ലോ. ഈ ഓല വീടിന് ഓല മേയുന്ന സമയത്ത് വരിച്ചിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ? ഈ തെങ്ങാണ് കമുക് വെട്ടിയിട്ട് അതിൻ്റെ ചീളുണ്ടല്ലോ, അതിൻ്റെ ചീളാണ് ഈ ഓല മേയാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ പൂച്ചയൊക്കെ കയറുന്ന സമയത്ത് ഈ ഓല വീടെന്ന് പറയുന്നത് 3 വർഷം കൂടുമ്പോഴാണ് കംപ്ലീറ്റ് പൊളിച്ചിട്ട് പണിയുന്നത്. അതൊക്കെ ഒരു ഓർമ്മ തന്നെയാണ് എൻ്റെ പൊന്നു മുത്തുമണികളെ. ഇങ്ങനെ ആലോചിക്കുമ്പോൾ അന്നത്തെ ദിവസം ഭക്ഷണമൊന്നും ഉണ്ടാക്കൂല. ആ ഓല മേഞ്ഞ് ആ വീട് റെഡിയാകുന്നത് വരെ അങ്ങനെ പട്ടിണി നിന്ന് അതെല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് ഇത്തിരി കഞ്ഞി വെച്ച് കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സുഖമുണ്ടല്ലോ എൻ്റെ പൊന്നു മുത്തുമണികളെ. ഇന്നിങ്ങനെ ആലോചിക്കുമ്പോൾ അതൊക്കെ നമുക്കൊരു ഭയങ്കര ദരിദ്ര കാലഘട്ടമാണെങ്കിലും ഇന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലുള്ള, കണ്ണുകൾ നിറയുന്ന ഭയങ്കര മനോഹരമായിട്ടുള്ള ഓർമ്മകളാണ്. അപ്പം ഈ അല്ലാത്ത സമയം 3 വർഷം കൂടുമ്പോഴാണ് ഇത് ഫുള്ള് പൊളിച്ചു പണിയുന്നത്. ആ സമയത്ത് നല്ല വരിച്ചിലും കാണും, ചീത്ത വരിച്ചിലും കാണും. അപ്പോൾ ഈ ചീത്ത വരിച്ചിലൊക്കെയാണ് ഈ വേലി കെട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. വേലി കെട്ടുമ്പോൾ എന്ന് പറയുന്നത് ഇങ്ങനെ TV പോലെ ഇട കാണും. ഈ ഇട എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുള്ള സ്ഥലങ്ങളാണ്. അതായത് ഞങ്ങൾ കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യമുള്ള സ്ഥലങ്ങളാണ്. അപ്പം അങ്ങനെ എൻ്റെ കുഞ്ഞമ്മേരെ വീട്ടിൽ പിന്നെ TV എടുക്കുന്നു. പിന്നെ എൻ്റെ കൊച്ചു കുഞ്ഞമ്മേരെ വീട്ടിൽ TV എടുക്കുന്നു. അങ്ങനെ അവിടെ നിന്നൊക്കെ കാണുന്ന സിനിമ പിന്നെ എൻ്റെ ഇളയ കുഞ്ഞമ്മേരെ വീട്ടിൽ TV എടുക്കുന്ന സമയത്ത് മാനസി എന്ന് പറയുന്ന സീരിയൽ വരാൻ തുടങ്ങി. അതായത് ദൂരദർശൻ, നിങ്ങൾക്കൊക്കെ അറിയാമോ എന്ന് എനിക്കറിയാൻ പാടില്ല. മാനസി എന്ന് പറയുന്ന സീരിയൽ, അയ്യോ എത്ര വർഷമാണ് ആ സീരിയലിന് അഡിക്ഷനായിട്ട് നടന്നതെന്നറിയാമോ? ഗർഭിണിയാവുന്ന ഇതെന്തോ മധുസൂദനനാ, അയാളുടെ പേരെന്തോ മധുനാരായണൻ, എന്തോ ഒരു സീരിയൽ നടൻ. അപ്പം ഇങ്ങനെ കലണ്ടറിൽ ഡേറ്റ് എണ്ണുന്നു, ആ കുട്ടി അബോഷനായി പോകുന്നു. 2ാമത്തെ ഭാര്യ വരുന്നു, 2ാമത് വീണ്ടും ഗർഭിണിയാവുന്നു, കലണ്ടറിൽ ഡേറ്റ് എണ്ണുന്നു, അബോഷനായി പോകുന്നു. പോലീസുകാരിയാണ് ഭാര്യ. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് മാനസി എന്ന് പറയുന്ന സിനിമ സീരിയൽ?
അപ്പോൾ ആ ഒരു സമയത്ത് ഒക്കെ ആണെങ്കിൽ സീരിയൽ വന്നു തുടങ്ങിയ സമയമായിരുന്നു. അപ്പോഴാണ് ഞങ്ങളെ വീട്ടിലും കറണ്ട് കിട്ടുന്നത്. ഞങ്ങളും എടുത്ത് ടി വി. അന്ന് നമ്മൾ പെട്ടി ടി വി ഒന്നും അല്ല എടുത്തത്, വലിയ ടി വിയാണ് ഞങ്ങളെടുത്തത്, കളർ ടി വി. അതിനുശേഷം എൻ്റെ പൊന്നു മുത്തുമണികളെ കേബിൾ വന്ന്. ഞങ്ങൾ ടി വി എടുക്കുന്ന സമയത്ത് കേബിൾ വരുന്ന കാലമായി. അങ്ങനെ ഞങ്ങൾ കേബിൾ എടുത്ത്. പിന്നെ നമ്മൾ സിനിമയുടെ പിന്നാലെ അല്ലല്ലോ, സീരിയലിൻ്റെ പിന്നാലെ. എമ്മാതിരി അഡിക്ഷനാണെന്നറിയാമോ. ആ സമയത്തും സിനിമ കാണലെന്ന് പറയുന്നത് വിരളമാണ്. ഭയങ്കര ക്രേസാണെന്ന് തോന്നുന്നു സീരിയൽ കാണൽ. ഈ രാത്രി വൈകുന്നേരം കണ്ട സീരിയൽ തന്നെ പകൽ വീണ്ടും റീഅപ്ലോഡ് ചെയ്യും. അപ്പോൾ വീണ്ടും കുത്തിയിരുന്ന് കാണും. ഒരു പണി കൊടുക്കൂലെന്നേ അങ്ങനെ തന്നെ കുത്തിയിരുന്ന് കാണും. അതുകൊണ്ട് തന്നെ സിനിമയിൽ നമുക്ക് വലിയ ആർത്തിയൊന്നും ഇല്ല. ഇതെന്തിനാണ് ഇത്രയും വളച്ചിട്ട് ഞാൻ പറയണത്? അതുകൊണ്ട് തന്നെ അന്നത്തേക്ക് ഒരു കാലത്ത് ഈ അവളുടെ രാവുകൾ എന്ന് പറയുന്ന സിനിമ പടമാണ്, അതങ്ങനെ ആരും കാണലില്ല എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ ബ്രെയിനിൽ കുത്തി വെച്ചിട്ടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു സിനിമയാണ് ഈ അവളുടെ രാവുകൾ എന്ന് പറയുന്ന സിനിമ. ഇന്നലെ ഞാൻ വെറുതെ എൻ്റെ ചാനൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകുമ്പോൾ ഉണ്ട് അവളുടെ രാവുകളിലെ പാട്ടുകൾ. അവളുടെ രാവുകൾ, ആ പാട്ട് ഇങ്ങനെ കേൾക്കുകയായിരുന്നു. രാഗേന്ദു കിരണങ്ങളൊളി വീശിയല്ലോ, ആ പാട്ട് കേട്ടോ, നല്ല രസമുണ്ടായിരുന്നേ. അപ്പോൾ ആ പാട്ടിലെ സീനുകൾ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ആ സിനിമ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നി. അങ്ങനെ ഞാൻ എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സിനിമ, ഈ പഴയ സിനിമയൊക്കെ എന്ന് പറയുന്നത് നമുക്ക് യൂട്യൂബിൽ തന്നെ കാണാൻ വേണ്ടി പറ്റുമല്ലോ. ഞാൻ അടിച്ചു നോക്കിയപ്പോഴത്തേക്കും വന്ന്. അങ്ങനെ ഞാനിരുന്ന് ഇങ്ങനെ കാണുന്നു. എൻ്റെ മനസ്സിലെന്താണ്, അപ്പം നിങ്ങൾ പറയും ഏപ്പടം കാണാനുള്ള ആഗ്രഹമൊന്നുമല്ല, നിങ്ങൾ അങ്ങനെയൊന്നും കരുതണ്ട. ആ അവളുടെ രാവുകൾ എന്ന് പറയുന്ന പാട്ട് സീന് കണ്ടപ്പോൾ എനിക്ക് കാണണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ അതുവരെയും ഏപ്പടമാണ് എന്ന് വിചാരിച്ചിരുന്ന ആ ഒരു പടം കണ്ട് ഞാൻ കരഞ്ഞ് ആ പടം കണ്ട് ഞാനിങ്ങനെ ചിന്തിക്കും, ഞാൻ ഭയങ്കര ഇമോഷണലായിട്ടുള്ള ഒരാളൊന്നും അല്ല, ഭയങ്കര അങ്ങനെ പെട്ടെന്ന് എനിക്ക് കരച്ചിൽ വരുന്ന ഒരാളൊന്നുമല്ല. പക്ഷെ ചില കാര്യങ്ങൾ എന്നെ ഭയങ്കരമായിട്ട് ഇമോഷണലാക്കും. ഞാൻ പോലും അറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞ് ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഞാൻ കരഞ്ഞ് കണ്ട ഒരു പടമാണ് ആകാശദൂത്. പക്ഷെ ആകാശദൂത് കാണുമ്പോൾ ഉള്ളതിനേക്കാൾ എൻ്റെ ഹൃദയത്തിനെ ഇങ്ങനെ, എൻ്റെ ഈ തൊണ്ട ഇങ്ങനെ പിടിച്ച് വലിക്കുന്ന വേദനയുള്ള സിനിമയായി പോയടേ ഈ അവളുടെ രാവുകൾ എന്ന് പറയുന്ന സിനിമ. എനിക്ക് എന്നിട്ട് കണ്ടിട്ട് പൂതി തീരുന്നില്ല. അതായത് എനിക്ക് വീണ്ടും കാണണം, കുറച്ചുകൂടി അത് നന്നായിട്ട് വീണ്ടും കാണണം എന്ന് തോന്നുന്ന തരത്തിൽ ഹൃദയസ്പർശിയായ, ഭയങ്കര ഇമോഷണലി ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു സിനിമ. എനിക്ക് തോന്നുന്നു ഇത് പിന്നെ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ, അതായത് ഞങ്ങൾ ചെറുതായിരിക്കുന്ന സമയത്ത്, ഞങ്ങളുടെ അമ്മേരെയൊക്കെ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു അവർ കരുതി വെച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് പടമാണ് എന്നായിരിക്കും. പക്ഷെ ഇന്ന് ഒരു പക്ഷേ അവർ പറയുമായിരിക്കും അത് ഭയങ്കര ഇമോഷണലി കണക്ഷനുള്ള ഒരു പടമാണ് എന്ന് പറയുമായിരിക്കും. അത്രയും ഭയങ്കര കണക്ഷനുള്ള ഒരു പടം. അപ്പോൾ ഈ ഒരു പടം പറയുന്ന സമയത്ത് നമുക്ക് അമീൻ ഖലീൽ എന്ന് പറയുന്ന പുള്ളിക്കാരൻ എഴുതിയ എരണം കെട്ടവൾ എന്ന് പറയുന്ന ആ ഒരു കഥയും, അതായത് എത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ ഇന്നും അതുപോലുള്ള സ്ത്രീകളൊക്കെ ഉണ്ട്. ഈ അമീൻ ഖലീൽ എഴുതിയ എരണം കെട്ടവൾ എന്ന് പറയുന്ന ആ കഥാപാത്രം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്ന കഥാപാത്രമാണ് എന്നുള്ളതാണ്. അതിലെ പേരുകൾ മാത്രം മാറ്റി അയാൾ എഴുതി തീർത്ത ഒരു കഥാപാത്രം. അതും ഇനിയും ഒരുപാട് അയാൾക്ക് എഴുതാനുണ്ട്. ആ സ്ത്രീ അനുഭവിച്ച ആ അനുഭവം ഇനിയും ഒരുപാട് എഴുതാനുണ്ടെങ്കിലും ആ പുസ്തകം വലുതായി പോകും എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അത് അവിടെ വെച്ച് നിർത്തിയെങ്കിലും ആ ബുക്ക് ഭയങ്കരമായി നമ്മളെ മനസ്സിനെ ഭയങ്കരമായ ഒരു ഭാരത്തിലേക്ക്. ഇന്നും എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്ത് പറ്റി നിങ്ങൾ എരണം കെട്ടവൾ എന്ന് പറയുന്ന ആ ഒരു പിന്നെ പുസ്തകത്തിൻ്റെ റിവ്യൂ ഇടാമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഇടുന്നില്ല എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എനിക്ക് അത് നിങ്ങളോട് പറയാൻ എന്നെ ഭയങ്കരമായ വിഷമം എൻ്റെ ഉള്ളിൽ വരുന്നത് കൊണ്ടാണ് ഞാൻ ആ ഒരു റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്
ഇങ്ങനെ അറച്ചു നിൽക്കുന്നത്. പക്ഷെ ഇന്നലെ ഈ അവളുടെ രാവുകൾ എന്ന് പറയുന്ന സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ കാര്യങ്ങൾ എനിക്ക് പറയണം. കാരണം എത്രത്തോളം ഒരു സ്ത്രീ ഒരു സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറയുന്നത് ഇന്നത്തെ സ്ത്രീകൾ അങ്ങനെയല്ല കേട്ടോ. ഇന്നത്തെ കുട്ടികളെ തന്നെ, കുട്ടികളായ മക്കൾ തന്നെ ഭയങ്കരമായിട്ട് പ്രതികരിക്കുകയും അതിനെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഭയങ്കര ധൈര്യശാലികളായ കുട്ടികളും ഉണ്ട്. പക്ഷേ എങ്ങനെയാണെങ്കിലും ഒരു സ്ത്രീ ഒരു സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ അവൾ ചില ബാധ്യതകളുമായിട്ട് യാത്ര ചെയ്യുന്നവളാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, ഒരു സ്ത്രീയെ ചൂഷണം ചെയ്യാൻ കാത്തിരിക്കുന്ന നരാധമന്മാർ, അതായത് സ്ത്രീയെ സംരക്ഷിക്കേണ്ടവരാണ് ഇവരൊക്കെ. അല്ലെങ്കിൽ പിന്നെ എന്താണ്, ഈ നമ്മൾ സംരക്ഷണം കൊടുത്തില്ലെങ്കിലും സാരമില്ല, അവരെ ചൂഷണം ചെയ്യാതിരിക്കാനുള്ള ഒരു മനുഷ്യത്വമെങ്കിലും, ഒരു സ്ത്രീയെ ചൂഷണം ചെയ്യാതിരിക്കാനുള്ള ഒരു മനുഷ്യത്വം പോലും നശിച്ചു പോയിരിക്കുന്ന ചില ആളുകൾ, ഞാൻ ഭയങ്കര വിശ്വാസിയാണ്, ഞാൻ ഭയങ്കര കൊമ്പത്തെ തേങ്ങയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നവരും മുഖം മൂടി ധരിച്ചു വെച്ചിരിക്കുന്ന ഇതുപോലുള്ള ആളുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ മാന്യന്മാരായി നമ്മുടെ ചുറ്റിനും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിനെതിരെ നമ്മൾ എന്തെങ്കിലും ഒന്ന് പ്രതികരിച്ചാലോ, നമ്മളെന്നല്ല, ഈ തരത്തിലുള്ള സ്ത്രീകൾ ഇതിനെതിരെ ആ ആളുകളെ കുറിച്ച്, ഇന്ന ആള് എന്നോട് മോശമായി പെരുമാറി, അല്ലെങ്കിൽ എന്നോട് ഇത്തരത്തിൽ പെരുമാറി എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പോലും പിന്നീട് സമൂഹം കാണുന്നത് ആ സ്ത്രീ പിഴച്ചവൾ, ആ സ്ത്രീക്ക് മാത്രമാണ് അവിടെ ആ ഒരു പേര് കിട്ടുന്നത്. ഇത് ഇപ്പോൾ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഒരു സ്ത്രീയോടൊപ്പം ശയിച്ചവന് കിട്ടുന്ന പേര്, അവനൊരിക്കലും ഒരു വേശ്യൻ എന്ന് വിളിക്കപ്പെടില്ല. അല്ലെങ്കിൽ ആ പേര് കിട്ടുന്നത് ആർക്കാണ്? സ്ത്രീക്കാണ്. അവള് ഒരു ജീവിതം ജീവിച്ചെടുക്കാൻ വേണ്ടി പെടുന്ന ഒരു പാടുണ്ട്. ഇവിടെ ഈ എരണം കെട്ടവൾ എന്ന് പറയുന്ന ആ ഒരു ഒരു കഥാപാത്രം, ആ ഒരു കഥയിലെ കഥാപാത്രമായ സെറീന എന്ന് പറയുന്ന പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെ സ്വന്തം കൂട്ടുകാരൻ ആ കുട്ടിയെ അബ്യൂസ് ചെയ്യുകയാണ്. ഈ അബ്യൂസ് ചെയ്യുന്ന സമയത്ത് അയാൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു കൊടുക്കും നീ അനുസരണ കെട്ടവളാണ്, നിന്റെ അമ്മയോട് ഞാൻ പറഞ്ഞു കൊടുക്കും നീ അനുസരണ കെട്ടവളാണ്, നീ ഞാൻ പറയുന്ന കാര്യം ചെയ്തില്ല എങ്കിൽ നീ അനുസരണ കെട്ടവളാണ് എന്ന് നിന്റെ അച്ഛനോടും അമ്മയോടും ഞാൻ പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ അബ്യൂസിന് ഇരയാക്കുകയാണ്. ആ കുട്ടി ഭയങ്കര കടുത്ത മാനസിക സംഘർഷത്തിലും ശരീരവേദനയിലും, ആ കുട്ടിയുടെ പ്രൈവറ്റ് പാർട്സ് വേദന എടുത്തുകൊണ്ട് ആ കുട്ടി ഓടി അതിൻ്റെ അമ്മയുടെ അടുത്തേക്ക് വരുമ്പോൾ എരണം കെട്ടവളെ എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടിയകറ്റുന്ന അവളുടെ അമ്മയുടെ മുന്നിൽ നിന്ന് കരയുന്ന ആ പെൺകുട്ടിയുടെ നിസ്സഹായത, ആ നിസ്സഹായത എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോഴും ആ കുട്ടിയെ അബ്യൂസ് ചെയ്ത അയാൾ പുറത്തിറങ്ങി വരുന്ന സമയത്ത് ആ അമ്മ പറയുകയാണ്, ആ ചേട്ടാ പിന്നെ ഇച്ചായ അവൾ അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് സ്വന്തം മകളെ തന്നെ കുറ്റപ്പെടുത്തുന്ന ഒരമ്മയെ, ആ ഒരു കഥാപാത്രം സെറീന എന്ന് പറയുന്ന കഥാപാത്രം അവളുടെ ജീവിതത്തിൻ്റെ അങ്ങേ അറ്റം വരെ ഈ ഒരു അബ്യൂസ് നേരിട്ട് കൊണ്ടേയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ആ കുട്ടി അതിൽ നിന്ന് രക്ഷ നേടുന്നതെന്ന് പറയുന്നത് അത് നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു സമയത്താണ്. അത് നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആ ഒരു സമയത്താണ് ആ കുട്ടി മനസ്സിലാകുന്നത് താൻ ഇതുവരെ നേരിട്ടിരുന്നത് ഭയങ്കരമായ ഒരു അബ്യൂസാണ് എന്ന് ആ കുട്ടി മനസ്സിലാക്കുന്നത്. ആ കുട്ടിയുടെ ഉള്ളിൽ അമ്മയോട് ദേഷ്യമുണ്ട് എങ്കിലും അമ്മ ഒരിക്കലെങ്കിലും എന്നെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഞാൻ പറയുന്നത് എന്താണ് എന്ന് കേട്ടിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് ആ കുട്ടി വെമ്പൽ കൊള്ളുന്ന ഈ ഒരു ലോകത്ത് ആ കുട്ടിയെ മനസ്സിലാക്കേണ്ടവർ പോലും മനസ്സിലാക്കാതെ ഇത്തരത്തിൽ ഇങ്ങനെ ഈ ഒരു ലോകം ആ കുട്ടി അനുഭവിക്കേണ്ടി വരുന്ന, ആ കുട്ടി എന്ന് പറയുന്നത് ആ കുട്ടിയിൽ ഒതുങ്ങുന്നതല്ല. ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഇന്നും അത്തരത്തിലുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. ഇന്നും അത്തരത്തിലുള്ള 100 കണക്കിന് സ്ത്രീകളുണ്ട്. ഞാനൊരു യൂട്യൂബ് ചാനൽ എടുത്ത് ഞാൻ വളരെ ധൈര്യവതിയായ ഒരു സ്ത്രീയാണ്. ഞാൻ എൻ്റെ ജീവിതം തന്നെ വളരെ ബോൾഡായിട്ട് കൈകാര്യം ചെയ്യുന്ന ഞാൻ ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തിരുന്ന സമയത്ത്, ഒരു ഭർത്താവും കുടുംബമായിട്ട് ജീവിക്കുന്ന ഞാൻ
ഇന്നും കേൾക്കുന്ന ഒരു പഴിയുണ്ട്. എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കൊണ്ട് പോയ പണം എൻ്റെ ഗൂഗിൾ അക്കൗണ്ടിലേക്ക് അയച്ചു തന്ന ഒരു തെമ്മാടിയായ ചെറ്റ. അയാൾ നിശബ്ദനായി ഇപ്പോഴും കേട്ടുകൊണ്ടിരുന്ന് സുഖിക്കുന്ന ഒരു വാക്കുണ്ട്. അതായത് ഞാൻ അയാളെ വശീകരിക്കാൻ ശ്രമിച്ചു. എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടും എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടും രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന, ഇന്നും നെട്ടോട്ടമോടുന്ന ഞാൻ കേൾക്കുന്ന ഒരു പഴിയും ഇത് തന്നെയാണ്. ഓരോ മനുഷ്യനും, ഓരോ പെണ്ണും, ഓരോ സ്ത്രീയും കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അതായത് അവരുടെ ഇച്ഛകൾക്ക് വഴങ്ങിയില്ല എങ്കിൽ ഇത്തരത്തിലുള്ള 100 കണക്കിന് അപരാധങ്ങൾ ചുമന്നുകൊണ്ട് നടക്കേണ്ടി വരും സ്ത്രീ. ഇത് നീ കേൾക്കാതിരിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? അവർ പറയുന്നത് കേൾക്കണമെന്ന് സമൂഹത്തിൽ സ്ത്രീകൾ തന്നെ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മളെ ഇട്ടുകൊടുക്കുന്ന, ഒരു പക്ഷേ ഇത്രയും ധൈര്യമുള്ള ഒരു സ്ത്രീ അല്ല ഞാനെങ്കിൽ എപ്പോഴേ സൂയിസൈഡ് ചെയ്ത് കളയേണ്ടുന്ന എന്തെല്ലാം അപരാധങ്ങളാണ്. ഫാമിലിയോടുകൂടി സൂയിസൈഡ് ചെയ്ത് കളയേണ്ടുന്ന എന്തെല്ലാം അപരാധങ്ങളാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ഒരു സമൂഹം ഒരു വിശ്വാസ സമൂഹമാണ് എന്ന് കൂടി കേൾക്കുമ്പോൾ കാർക്കിച്ച് തുപ്പാനാണ് തോന്നുന്നത്. അഭിമാനത്തോടു കൂടി ജീവിക്കാൻ ശ്രമിക്കുന്ന സ്ത്രീക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് നീ വേശ്യയാണ്, നീ അവിഹിതം ചെയ്യുന്നവളാണ്, നീ അവിഹിത സന്തതിയെ ചുമക്കുന്നവളാണ്, നീ വൃത്തികെട്ടവളാണ് എന്ന് നിരന്തരം ചൂണ്ടുന്ന ഒരു ചൂണ്ടുവിരലുണ്ടല്ലോ, ശരിക്കും എന്താണ് ഈ സമൂഹം എന്ന് തോന്നിപ്പോകുന്ന തരത്തിൽ. എത്രത്തോളം നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ ശ്രമിച്ചാലും അവളുടെ സമൂഹം അവളെ ആ തെറ്റുകളിലേക്ക് വലിച്ചടുപ്പിച്ചുകൊണ്ടേയിരിക്കുമെന്നുള്ളതിൻ്റെ വലിയ ഉദാഹരണമാണ്. അപ്പോൾ ഇവിടെ കുറച്ച് എമോഷണലായി പോയോ എന്നെനിക്കൊരു ഡൗട്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു തെറ്റ്, അതായത് മറ്റുള്ളവൻ്റെ ഭാര്യയെ, മറ്റു കുറേ ബാധ്യതകൾ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീയെ പ്രലോഭിപ്പിച്ച് ഇത്തരം ചെറ്റത്തരങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഇവന്മാരെയൊക്കെ ശരിക്ക് വേണ്ട, കല്ലെറിഞ്ഞ് കൊല്ലണം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അതൊക്കെ നാളെ വലിയ നിയമ നൂലാമാലകളിലേക്കൊക്കെ വരും മുത്തുമണികളെ. പക്ഷേ ജനങ്ങൾ അറിയണം, ഇവിടെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളെ, ഇവിടെ സ്ട്രഗിൾ ചെയ്യുന്ന, അവൻ്റെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട്, അവൻ്റെ കുടുംബം നിലനിർത്താൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന 100 കണക്കിന്, 1000 കണക്കിന്, ലക്ഷക്കണക്കിന്, മില്യൺ കണക്കിന് സ്ത്രീകൾ ഈ ഭൂമിയിൽ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നുള്ളത്. ഇതൊക്കെ ഒരു ഉദാഹരണങ്ങൾ മാത്രം. അവളുടെ രാവുകളിലെ സീമയും അതുപോലെ എറണംകെട്ടവളിലെ സെറീനയും ഒക്കെ ചില ക്യാരക്ടറുകൾ മാത്രം. നമ്മളൊക്കെ പുറത്ത് പറയുന്നത് കൊണ്ട് ഈ കാര്യങ്ങൾ നാട്ടുകാരെ അറിയുന്നു. അല്ലാതെ മനസ്സിൽ തന്നെ കുഴിച്ചു മൂടിയിട്ട അവരനുഭവിച്ചിട്ടുള്ള അബ്യൂസുകളൊക്കെ ഈ എത്രയോ വലുതാണ്. എൻ്റെ മകളടക്കം ജീവിതത്തിൽ കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് ആ കുട്ടിയുടെ ശരീരം വലിച്ചു കീറിപ്പിച്ച് ചീന്തി തിന്നുന്നത് ഒരു മകളുള്ള സ്ത്രീയാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ലോകമേ, നീ എത്ര ക്രൂരമാണ്, ഞങ്ങളുടെയൊക്കെ മുന്നിൽ നീ എത്ര ക്രൂരമാണ്.